ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയുടേതാണ്. അപ്പോൾ കുറച്ച് മുന്നേ ഓട്ടടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കറിയായിരുന്നു. അപ്പോൾ ഈ ഒരു കറിയുടെ ഫോട്ടോ കണ്ടിട്ട് അതിൻ്റെ റെസിപ്പി ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണ്, റെസിപ്പി വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കറി തേങ്ങ വറുത്തരച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കടലക്കറിയാണ്. അപ്പോൾ ഓട്ടടയുടെ കൂടെ മാത്രമല്ല, പുട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ പത്തിരിയുടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് പുട്ടിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി കോമ്പിനേഷനാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കടലക്കറി, തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഈ ഒരു കടലക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കടലക്കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് കടല കുറച്ച് നേരത്തെ തന്നെ ഒരു 6 മണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തേക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു സവാളയാണ്. വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ മതിയാവും. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ചെറിയൊരു തക്കാളിയാണ്. അതും വലിയ തക്കാളിയാണെങ്കിൽ പകുതി മതിയാവും. അപ്പോൾ ഇതും കൂടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ എരിവൊന്നും ഇല്ലാത്ത മുളകാണ്. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരു മുളകൊക്കെ മതിയാവും. നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതാണ്. എന്നിട്ട് അതിലേക്ക് ഒരു 8-9 അല്ലി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചതച്ചതുണ്ടെങ്കിൽ ചതച്ചത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇവയെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വെള്ളം കടലയുടെ കുറച്ച് മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് പിന്നെ വിസിലടിക്കുന്ന സമയത്ത് പുറത്തേക്ക് മസാല ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടാണ് അടച്ചു കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ കടലൊക്കെ വെക്കുന്ന സമയത്ത് മസാല പെട്ടെന്ന് തന്നെ പുറത്തേക്ക്, വിസിലടിക്കുന്ന സമയത്ത് മസാലയൊക്കെ ഫുള്ളായിട്ട് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ മസാല ഒട്ടും തന്നെ പുറത്തേക്ക് വരില്ല. അപ്പോൾ കടല ഇവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ മുഴുവനായിട്ട് വറുത്തെടുക്കുന്നില്ല, പകുതി കുറച്ച് മാത്രം തേങ്ങയാണ് വറുത്തെടുക്കുന്നത്. ബാക്കി പച്ചത്തേങ്ങ കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചത്തേങ്ങയും വറുത്ത തേങ്ങയും കൂടെ കൂട്ടിയിട്ടാണ് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുന്നത്. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും 4 അല്ലി ചെറിയ ഉള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇനി ഇത് കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ കൈയെടുക്കാതെ തന്നെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇത് നല്ല ബ്രൗൺ കളറാകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി നന്നായിട്ട് തന്നെ വറവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് പച്ചത്തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 7 ടേബിൾ സ്പൂൺ പച്ചത്തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയുടെ ഒപ്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കടലയും ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കറിയുടെ കട്ടിക്ക് അനുസരിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് തിളച്ച് മറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും. ഇനി കറി ഒന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 4-5 അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു ഉള്ളി നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് കളറ് മാറി നല്ല ബ്രൗൺ കളറായി വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള തിളപ്പിച്ച് വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കറി ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നതും ടേസ്റ്റ് തന്നെയാണ്. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ വറുത്തരച്ചിട്ടുള്ള നല്ല അടിപൊളി കടലക്കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുട്ടിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.